ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ക്രൈസിസ്, അതുപോലെ പൊല്യൂഷൻ, ഇതൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു തിയറി ഉണ്ട്, ഒരു ലിറ്റററി തിയറി ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതുപോലെ ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റലിനെ പറ്റിയിട്ട്, പൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറേ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏത് തിയറി വെച്ച് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും? ഇവിടെ പൊല്യൂഷൻ ഉണ്ട്, ഇവിടെ എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ഉണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു എൻവയോൺമെൻറ്റൽ ക്രൈസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തിയറി വേണം. ആ തിയറിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആ തിയറിയുടെ പേരാണ് എക്കോ ക്രിറ്റിസിസം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തിയറിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ഫുള്ളായിട്ട് കാണണം, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡെഫിനേഷൻ ഓഫ് എക്കോ ക്രിറ്റിസിസം, അതുപോലെ മലയാളം വർക്ക്സ്, ഇംഗ്ലീഷ് വർക്ക്സ്, അതുപോലെ തന്നെ വൈവേയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കുട്ടി കുട്ടി ടിപ്സ് നമ്മൾ എൻഡിൽ പറയുന്നതുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ, അതേപോലെ പേഴ്സണൽ ഗൈഡൻസോ അല്ലെങ്കിൽ പ്രൊജക്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂവോ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒട്ടും ലാഗ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു അവർ ചാനൽ ലേൺ ഇംഗ്ലീഷ് വിത്ത് സ്വാതി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന തിയറിയുടെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ അവതാർ എന്ന് പറയുന്ന മൂവിയിൽ എക്കോ ക്രിറ്റിസിസം അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഏതെങ്കിലും മലയാളം ഫിലിംസിൽ എക്കോ ക്രിറ്റിസിസം പറ്റുമോ, അതേപോലെ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിൽ എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈവയ്ക്ക് ഏതൊക്കെ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ എല്ലാ വർക്ക്സും ഫിലിംസും കൊടുത്തിട്ടുണ്ട്. ആ ഒരു വർക്കോ ഫിലിമോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഉണ്ടോ, അതേപോലെ വേറെ ഏതെങ്കിലും തിയറി ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരണോ, വേറെ ഏതെങ്കിലും തിയറിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമോ എന്നുള്ളതും, അതേപോലെ ഇതിലേതെങ്കിലും വർക്കിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അറിയണമോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയണം. അതുപോലെ തന്നെ നെക്സ്റ്റ് തിയറി ഏത് വേണം എന്നുള്ളത് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി ഇൻഫോർമേറ്റീവായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.